KPCCക്ക് നാഥനുണ്ടോ എന്ന ചോദ്യത്തിന് നിലവിൽ നാഥനില്ല എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. കാരണം ഒരു സർക്കാർ പാർട്ടി ഏകോപനം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരു ഏകോപനമുണ്ടോ എന്നുള്ള കാര്യം ഈ 100 ദിവസം പൂർത്തി ആയി കഴിഞ്ഞു. ഇപ്പോൾ 100 കടന്നിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഒരു സർക്കാർ പാർട്ടി ഏകോപനമുണ്ടോ? അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല എന്നുള്ളത്. ഇന്നിപ്പോൾ തലസ്ഥാനത്തുണ്ടായിരിക്കുന്ന ചേന്തി അനിൽ മുഖ്യമന്ത്രിയെ തടഞ്ഞ സംഭവം പോലും അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒരു പാർട്ടിയിലെ ഒരു സാധാരണ പ്രാദേശികമായ ഒരു നേതാവിന് മുഖ്യമന്ത്രിയെ തടഞ്ഞു നിർത്തി ആക്ഷേപകരമായി സംസാരിക്കാൻ, അത്തരത്തിൽ പ്രതികരണം നടത്താൻ എങ്ങനെ കഴിയുന്നു? അത് തടയാൻ ഒരു പാർട്ടി സംവിധാനം വേണ്ടേ? അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ അതിനുള്ള ധൈര്യം പോലും ഇത്തരത്തിലുള്ള നേതാക്കൾ നടത്തി. ഞാൻ മനസ്സിലാക്കുന്ന ഈ ചേന്തി അനിൽ നേരത്തെ ചില ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കിട്ടിയിട്ടുണ്ടാവും. മുഖ്യമന്ത്രി പെൻപാലം രാജേഷ് അടക്കമുള്ള ക്രിമിനൽ 2020 ഇദ്ദേഹത്തിന്റെ വീട്ടിലൊരു യോഗം ചേർന്നു അന്ന് വാർത്തകളുണ്ടായിരുന്നു. എന്തോ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് വന്നവരാണെന്നാണ് അന്ന് അദ്ദേഹം നൽകിയ വിശദീകരണം. സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് നാട്ടിലെ പ്രധാനപ്പെട്ട ഗുണ്ടകളൊക്കെ വരണോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. അപ്പോൾ ഒരു കല്യാണ വീട്ടിലേറ്റോ ഏതോ ഒരു പരിപാടിയിൽ വെച്ച് ഉറപ്പ് നൽകി മുഖ്യമന്ത്രി ഒരു പരിപാടിക്ക് വരാൻ പറഞ്ഞോ ഞാൻ വരാം എന്ന് പറയുന്ന ഒരു ഉറപ്പ്, അതൊരു ഔദ്യോഗികമായ ഉറപ്പായിട്ട് വ്യാഖ്യാനിക്കുക, എന്നിട്ട് ആ നാട്ടിലെ സ്ത്രീകളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുക, അവരും ആ നിരാശയിൽ നിന്നുള്ള പ്രതികരണം നടത്തി. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ഞെട്ടിക്കുന്ന കാര്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പാർട്ടി സർക്കാർ ഏകോപനമുണ്ടോ? ഇപ്പോൾ 100 ദിനം സർക്കാർ പൂർത്തിയാക്കുമ്പോൾ ഇപ്പോൾ 100 ദിനത്തിന് കർമ്മ പരിപാടി പ്രഖ്യാപിച്ചിരുന്നു മുഖ്യമന്ത്രി. അപ്പോൾ കർമ്മ പരിപാടിയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. ആ നടപ്പാക്കിയ കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഒരു വാർത്താക്കുറിപ്പായി ഇന്ന കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് വാർത്താക്കുറിപ്പ് വരികയാണ്. സാധാരണഗതിയിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? പിണറായി വിജയൻ ഈ പറഞ്ഞ പ്രോഗ്രസ് കാർഡ് അവതരിപ്പിക്കുന്നു, അല്ലേ? ഈ ഓരോ കാര്യങ്ങളും ചെയ്തതിന്റെ പ്രോഗ്രസ് കാർഡ് അവതരിപ്പിക്കുന്നു. അത് പിന്നീട് അങ്ങോട്ട് ഏറ്റെടുക്കുന്ന പാർട്ടിയാണ്. പാർട്ടി അത് സകല ഇടത്തും പ്രചരിപ്പിക്കുന്ന രീതിയിൽ കൊണ്ടുപോവുകയാണത്. പിന്നീട് ഗുണം ചെയ്തോ ദോഷം ചെയ്തോ എന്നുള്ള മറ്റൊരു കാര്യം, അത് എങ്ങനെ അവതരിപ്പിച്ചു എന്നുള്ള മറ്റൊരു കാര്യം. പക്ഷേ അത് ഏറ്റെടുക്കുന്നു. ഒരു സംവിധാനം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ KPCC പ്രസിഡന്റ്, നിലവിലെ KPCC പ്രസിഡന്റ് ഇപ്പോൾ വൈദ്യുതി മന്ത്രിയാണ്. അദ്ദേഹത്തിന് മന്ത്രി എന്ന നിലയ്ക്കുള്ള തിരക്കുകളാണ്. ഇപ്പോൾ ഒരു നേതാവിന് ഒറ്റ പദവി മതി എന്നുള്ള ആലോചനകളൊക്കെ നടക്കുന്നു എന്ന് പറയുന്നു. 10ഓളം നേതാക്കൾ ഇതിനകം തന്നെ ഈ പദവി ആഗ്രഹിച്ചുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ട്. ഇതിൽ ആരാണ് അതിൽ യോഗ്യനായ ആൾ എന്നുള്ള തീരുമാനം വരാൻ ഇനി എത്ര കാത്തിരിക്കും എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു സർക്കാരിന്റെ കാഴ്ചപ്പാട് എന്നുള്ളത് പാർട്ടി അവതരിപ്പിക്കേണ്ടതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. മുഖ്യമന്ത്രിക്ക് പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെതായ ചില ആലോചനകളുണ്ട്. അതിപ്പോൾ ഈ പറഞ്ഞ മിഷൻ സമുദ്ര പോലുള്ള വിഷയങ്ങൾ അത് അദ്ദേഹം അവതരിപ്പിക്കുന്നു. അദ്ദേഹം തൻ്റെ കാര്യങ്ങൾ അദ്ദേഹമായിട്ട് പറയുന്നതാണ് നമ്മൾ വാർത്താ സമ്മേളനത്തിൽ കാണുന്നത്. പിന്നീട് അങ്ങോട്ട് അത് പാർട്ടി ഏറ്റെടുത്തതായോ പാർട്ടി ഒരു പ്രതികരണം നടത്തിയതായോ നമ്മൾ കാണുന്നില്ല. പല വിഷയങ്ങളും ഇപ്പോൾ വിമർശനങ്ങൾ ഉണ്ടാകുന്ന വിഷയങ്ങൾ വരുമ്പോൾ അത് മുഖ്യമന്ത്രിക്കെതിരായ വിമർശനം അദ്ദേഹം സ്വയം അത് പരിഹരിക്കുന്നു. മറ്റ് മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്ന പ്രതികരണങ്ങളായി നമ്മൾ കാണുന്നില്ല. ഒരു വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി തന്നെ തൻ്റെ വകുപ്പ് ചെയ്തിട്ടില്ല എന്നുള്ള പ്രതികരണം ചില കാര്യങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ മന്ത്രിമാർക്കും അവരവരുടെ വകുപ്പുമായി ബന്ധപ്പെട്ട് മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ. അതിനപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് ഒരു സർക്കാർ എന്ന നിലയ്ക്ക് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനം, അങ്ങനെ ഒരു ഐക്യപ്പെടൽ ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന ഏറ്റവും ഗംഭീരമായ ഒരു വിജയം, ആ വിജയം എങ്ങനെ നേടിയെന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. ആ വിജയത്തിന് ശേഷം അതിൻ്റെ ശോഭ കെടുത്തുന്ന രൂപത്തിലാണോ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് സംശയിക്കേണ്ടത്. ഇതിനുശേഷം ഒരു രഥാർജി പിടിപെട്ടിരിക്കുന്നു. ഒരു തരത്തിൽ ഇനി അങ്ങോട്ട് യോഗം ചേരുക, ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ വിശകലനം ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെ കടക്കേണ്ടത്. അതിന് പകരം ഇപ്പോൾ എന്താ നടക്കുന്നത്? കോഴിക്കോട്ടെ പരാജയം പരസ്യമായി PV അൻവറിനെ നിർത്തിയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ജയിച്ചേനെ എന്നൊക്കെയുള്ള പരസ്യമായ പ്രതികരണങ്ങൾ മുതിർന്ന നേതാക്കൾ പോലും നടത്തുകയാണ്. അപ്പോൾ ഇങ്ങനെയാണോ അതിനോട് പ്രതികരിക്കേണ്ടതെന്ന ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതുകൂടാതെ സർക്കാർ ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട നല്ല കാര്യങ്ങൾ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതായാലും മുഖ്യമന്ത്രി തന്നെ സ്വയം വിശദീകരിക്കുകയാണ്. ഇപ്പോൾ ആശാവർക്കർമാരുടെ കാര്യമുണ്ട്, ചില കേസുകളിൽ വൈകാരികമായി എടുത്ത വിഷയങ്ങളുണ്ട്, അതിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നു എന്നുള്ളതാണ്. ജനങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പോസിറ്റീവായ കാര്യങ്ങൾ അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നു. ഓരോ മന്ത്രിമാരും വിശദീകരിക്കും. ചില കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ വകുപ്പെടുത്ത തീരുമാനങ്ങൾ അത് ഞങ്ങളോട് കൂടി ആലോചിക്കേണ്ടതായിരുന്നു എന്ന് ചില മന്ത്രിമാർ പരസ്യമായി പറയുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ ഇതിനൊക്കെ തന്നെയും ഇതിനിടയിൽ പ്രവർത്തിക്കേണ്ട പാലം എന്ന് പറയുന്നത് KPCC പ്രസിഡന്റാണ്. അങ്ങനെ ഒരാൾ അവിടെ ഇല്ല എന്ന് പറയുമ്പോൾ യോഗം ചേർന്ന് എത്ര തവണ യോഗം ചേർന്നിട്ടുള്ള ചോദ്യമുണ്ട്. യോഗം ചേർന്നിട്ടില്ല, ഒരു തവണയായിട്ടാണ് യോഗം ചേർന്ന്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ആയുധമാക്കാൻ കഴിയേണ്ടത് അപ്പുറത്ത് പ്രതിപക്ഷത്തിനാണ്. പ്രതിപക്ഷം അതിലേക്കും വലിയ കുഴപ്പത്തിൽപ്പെട്ടിരിക്കുന്നുണ്ട്. ഈ 100 ദിവസത്തിന് ശേഷം അവർക്ക് സമരം ചെയ്യാനുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. ആ വിഷയങ്ങൾ ഉന്നയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ PM ശ്രീ പോലുള്ള വിഷയങ്ങൾ നമുക്കറിയാവുന്ന പോലെ PM ശ്രീ പോലുള്ള വിഷയങ്ങൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് LDF-ൽ CPI ആണ് ശക്തമായി ഉന്നയിച്ചത്. CPI പറയുന്നു ഇപ്പോൾ മുഖം തലയുയർത്തി ആ ചോദ്യം ചോദിക്കാൻ കഴിയുന്നത് ഉള്ളത് കൊണ്ടാണല്ലോ എന്ന് CPI ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരസ്യ പ്രതികരണങ്ങൾ അവിടെ നിൽക്കുന്നു. CPI ആകട്ടെ യോഗം ചേർന്നത് തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ May 7 ഒരു യോഗം ചേർന്നു.
പിന്നീട് 101 ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് 17 യോഗം ചേർന്നിരിക്കുക. അപ്പോൾ മുന്നണി എന്ന് പറയുന്ന സംവിധാനം അവിടെയുമില്ല. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സർക്കാരിന് കോൺഗ്രസിനെ സംബന്ധിച്ചും ഒരു അനുഗ്രഹമായിരിക്കുന്നത്. ചോദിക്കാൻ ഇപ്പോഴും പരിഹസിക്കാനോ അല്ലെങ്കിൽ വിമർശിക്കാനോ ആളില്ല എന്നുള്ളതാണ്. പക്ഷേ അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്രതിപക്ഷത്തിന് ഇടതുപക്ഷത്തിന് ഒരു ഓർഗനൈസ്ഡ് ആയ സംവിധാനമുണ്ട്. ആ സംവിധാനം ഇപ്പോഴും പ്രതിപക്ഷം എന്ന നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ സർക്കാർ വിരുദ്ധമായ വിമർശനങ്ങൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി ആയാലും പുറത്ത് വലിയ പ്രതികരണങ്ങളില്ലെങ്കിൽ കൂടി, സമരങ്ങളില്ല എങ്കിൽ കൂടി ഒരു ഓർഗനൈസ്ഡ് ആയി സമൂഹ മാധ്യമങ്ങളിലൂടെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവരുടേതായ രീതിയിൽ പറഞ്ഞു പോകുന്നുണ്ട്. തിരിച്ച് സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കാൻ അങ്ങനെ ആ രൂപത്തിൽ ഒരു ഓർഗനൈസ്ഡ് ആയ ഒരു സംവിധാനമില്ല, ഏകോപനമില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള കാര്യം. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള അതേ സിസ്റ്റം ഇപ്പോഴും തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം LDFനെ സംബന്ധിച്ച് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് CPMനെ സംബന്ധിച്ച് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് നല്ല രീതിയിലാണോ മോശം രീതിയിലാണോ എന്നൊക്കെയുള്ള വേറെ വിമർശനമാണ്. പക്ഷേ ഒരു സിസ്റ്റം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, അപ്പുറത്തൊരു സിസ്റ്റമേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നാഥനില്ലാത്ത ഒരു കളരിയായി ഇപ്പോൾ KPCC മാറിയിട്ടുണ്ട്. ഉടനടി ഒരു നാഥൻ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിൽ ഉണ്ടായ ആ ഒരു പ്രശ്നം ഇപ്പോഴും കോൺഗ്രസ് നിലനിൽക്കുന്നു. ഇപ്പോൾ മുല്ലപ്പള്ളി പറയുന്നു, എവിടെ നിന്നാണ് ആ തീരുമാനം വരേണ്ടത്, ആ തീരുമാനം അവിടെ എടുക്കുന്നില്ലല്ലോ എന്ന ചോദ്യം മുല്ലപ്പള്ളി ഉന്നയിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പക്ഷത്തു നിന്നാണ് നമുക്ക് വേണമെങ്കിൽ സംശയിക്കാം. പക്ഷേ അതിവിടെ സംഭവിക്കുന്നില്ല, ഒരു ഏകോപനം ഉണ്ടാകുന്നില്ല എന്നുള്ളത് നേരത്തെ സുനിൽ പറഞ്ഞ പോലെ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കൂടി നോക്കേണ്ട കാര്യമാണ്. ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചു കഴിഞ്ഞു, ഇനി നമുക്ക് അല്പം ചാരിയിരുന്ന് ഓരോരുത്തരുടെ നിലയ്ക്ക് പ്രതികരിച്ചു പോകാം എന്നുള്ളത് ശരിയായ സമീപനം അല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. Meet the editors.